എവിടെ നിന്ന് നിർത്തിയോ നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. 2 days തഞ്ചാവൂർ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. ഇത് ഇതിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ്. പാർട്ട് 1 ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അത് പോയി കാണാം. വെൽക്കം ടു Day 2 ഇൻ തഞ്ചാവൂർ. പൊങ്കലും പൊടിദോശയും മാറ്റിയിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞാൻ ട്രൈ ചെയ്ത ഊത്തപ്പമാണ്. അങ്ങനെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് നമ്മൾ നേരെ ബിഗ് ടെമ്പിളിലേക്ക് പോവുകയാണ്. നമുക്ക് ഇന്നലെ നൈറ്റ് പോയപ്പോൾ അധികം ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പറ്റിയില്ല. സോ നമ്മൾ മോർണിംഗ് പോയി. Day 2 ഇൻ തഞ്ചാവൂർ നമ്മൾ ഈവനിങ് ഇന്നലെ വന്നിരുന്നു. അപ്പോൾ ലൈറ്റൊക്കെ പോയായിരുന്നു. നമ്മൾ ജസ്റ്റ് ആരത്തിയൊക്കെ ഒന്ന് കാണാൻ വന്നതാണ്. രാവിലെ ഇന്നലെ ഫോട്ടോസൊന്നും എടുത്തില്ല. സോ അത് രാവിലെ വന്നു ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വന്ന. അപ്പോൾ നമുക്ക് വാങ്ങിച്ചു ഫുൾ സെറ്റ് പൂക്ക് വെച്ചിട്ട് നമുക്ക് അതൊക്കെ സ്ലൈഡെല്ലാം ഓൾറെഡി കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു. പൂ വാങ്ങിച്ച് നമ്മൾ തലയിലൊക്കെ വെച്ചിട്ട് നേരെ അമ്പലത്തിലേക്ക് പോയി. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, അവിടെ ചെന്ന് വീഡിയോ എടുക്കുന്നത് സെക്യൂരിറ്റി റീസൺസ് കൊണ്ട് ഇപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഡാൻസ് റീലൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഞാൻ ഓൾറെഡി ഒരെണ്ണം പഠിച്ചായിരുന്നു, അത് അവിടെ വന്നിട്ടാണ് പഠിച്ചത്. പക്ഷെ ട്രൈ ചെയ്യണതിൻ്റെ സമയത്ത് സെക്യൂരിറ്റീസ് വന്നിട്ട് നമ്മളോട് എടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. സോ നമ്മൾ ചെറിയ വിഷ്വൽസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് ഫോട്ടോസും എടുത്തു. ഫോട്ടോസ് എടുക്കണതിൽ പ്രശ്നമില്ല കേട്ടോ. ഈ ഈവനിങ് ബിഗ് ടെമ്പിൾ പോയതാണ് മോർണിംഗിനേക്കാൾ ഇഷ്ടപ്പെട്ടത്. കുറച്ചും കൂടി ലൈറ്റും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു. നിങ്ങൾ 2 സമയത്തും പോകാനായിട്ട് ശ്രമിക്കുക. പിന്നെ തഞ്ചാവൂർ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് വീണ മേക്കിംഗ് ആണ്. നെക്സ്റ്റ് നമ്മൾ പോയത് വീണ ഉണ്ടാക്കുന്ന സ്ഥലം കാണാൻ വേണ്ടിയിട്ടാണ്. കൂടുതലും പ്ലാവിൻ്റെ തടിയിലാണ് വീണ ഉണ്ടാക്കുന്നതാണ് ചേട്ടൻ പറയുന്നത്. പിന്നെ വ്രതം എല്ലാം എടുത്തിട്ടാണ് ഇവർ വീണ ഉണ്ടാക്കുന്നത്. ഇവർ ട്രഡീഷണൽ വീണ മേക്കേഴ്സാണ്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു 35,000 രൂപയുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്കൊരു വീണ വാങ്ങാനായിട്ട് സാധിക്കും. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, ഞാൻ ഈ ചേട്ടൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പ്ലീസ് കോൺടാക്ട് ഹിം. നിങ്ങളൊരു പെറ്റ് ലവർ ആണെങ്കിൽ ഈ സ്ഥലത്ത് പോകുന്നത് മുടക്കാതിരിക്കുക. കാരണം ഇത് ഒരു പെറ്റ് ലവർക്ക് എക്സ്ക്ലൂസീവായിട്ട് തഞ്ചാവൂരിലുള്ള ഒരു ബിഗ് ടെമ്പിളിനടുത്തുള്ള രാജാലി പാർക്കാണിത്. ഇത് എക്സ്ക്ലൂസീവായിട്ടുള്ളൊരു പെറ്റ് ലവേഴ്സിന് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ഒരു ഏരിയ ആണെന്ന് വേണ്ടി പറയാം. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആനിമൽസിനെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. നമ്മൾ എൻട്രി ചെയ്യുന്ന സമയം മുതൽ ഇവരൊരു ചീരയുടെ ഒരു കിറ്റ് നമുക്ക് തരും. അത് നമുക്ക് ഈ ഓസ്ട്രിച്ചിന് ഫീഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഇവൻ ഇത്തിരി വില്ലനാണ്. ഇവൻ വന്ന് എല്ലാം വാങ്ങി കഴിച്ചു. 2 പേരുണ്ട് ഈ കേജിനുള്ളിൽ. പക്ഷേ മറ്റവനൊന്നും കൊടുത്തുമില്ല. ഇവൻ തന്നെ ഫുള്ള് കഴിച്ചു തീർന്നു. പിന്നെ ഒരു മൃഗസ്നേഹി ആയതുകൊണ്ട് തന്നെ അവനായിരുന്നു ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഇവിടെ പോകാൻ. പിന്നെ ഇവന് ഒരു അനിമൽസിനെയും പേടിയില്ല. വലിയൊരു ഏരിയ തന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ കാണാനായിട്ട് സാധിക്കും. ഇതൊരു ബേർഡ്സ് പാർക്കാണ് ആക്ച്വലി. ഇതിൻ്റെ ഉള്ളിൽ കുറേ ടൈപ്പ് ഓഫ് പിജൻസ്, അതുപോലെ തന്നെ ലവ് ബേർഡ്സ്, പാരറ്റ്സ്, ഓസ്ട്രിച്ച്, പിന്നെ കുറേ ടൈപ്പ് ആനിമൽസിനെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ആൻഡ് ലെറ്റ്സ് ഗോ ആൻഡ് വാച്ച് വൺ ഓഫ് ദിസ്. ഈ കേജസിലുള്ള ഓൾമോസ്റ്റ് ഒരു 50% പിജൻസും എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. കാരണം അനിയൻ ഇതൊരു ഭയങ്കര ക്രേസായിരുന്നു. അനിയൻ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പേര് കാണാതെ തന്നെ അറിയായിരുന്നു. എൻ്റെ വീട്ടിലുണ്ടായിരുന്നിട്ടും എനിക്കിതിൻ്റെ പേര് പലതിൻ്റെയും അറിയില്ലായിരുന്നു. ഞാൻ കംപ്ലീറ്റ്ലി മറന്നുപോയി. പക്ഷേ അനിയൻ ഇതെല്ലാം ഓർമ്മ ഉണ്ടായിരുന്നു. സ്റ്റിൽ ഇവനിതിനെ നടത്താനും വളർത്താനും എല്ലാത്തിനും ഇപ്പോഴും നല്ല ഇൻട്രസ്റ്റും ഉണ്ട്.
നെക്സ്റ്റ് എല്ലാവർക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്ലേസ് ആയിരുന്നു. ആ ബേർഡ്സ് പാർക്കിൻ്റെ ഉള്ളിൽ തന്നെ വേറൊരു സെപ്പറേറ്റ് കേജസ് ഉണ്ട് ഈ ലവ് ബേർഡ്സിന് താമസിക്കാനായിട്ട്. അവിടെ നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ നമുക്ക് കയ്യിലേക്ക് കുറച്ച് തീറ്റ തരും. നമ്മളെ തീറ്റ വെച്ചിട്ട് നമ്മളതിന് ഫീഡ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും നമ്മുടെ കയ്യിലേക്ക് വരും. ആ ഒരു വിഷ്വൽസാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഈ പാർക്കിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇറ്റ് വാസ് വെൽ മെയിൻറ്റെയിൻഡ്. അവിടുത്തെ സ്റ്റാഫ് എല്ലാ കാര്യങ്ങളും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. ഇത്രയും അനിമൽസ് അവിടെ ഒരുമിച്ചുള്ളത് കൊണ്ട് നമുക്ക് ഒരു മണോ കാര്യങ്ങളോ ബാഡ് സ്മെല്ലോ ബാഡ് ഓർഡറോ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം അത് ഫ്രീക്വൻ്റ്ലി ക്ലീൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വിഷ്വൽസ് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അവിടുത്തെ ക്ലീനിങ് സ്റ്റാഫാണ് ഈ ചേച്ചി. പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യുകയാണ്. ഓരോ സമയത്തും ക്ലീനിങ് നടക്കുന്നുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും ക്ലീനിങ് നല്ല പ്രോപ്പറായിട്ടാണ് നടന്നിട്ട് പോകുന്നത്. ഈ ഒരു കേജിൻ്റെ അകത്ത് കിഡ്സിനെയാണ് ഇവർ കൂടുതൽ കയറ്റി വിടുക, പ്ലസ് ഒരു അഡൾട്ടിനെ. കൂടുതലും കിഡ്സിനായിരിക്കും ഇതിന് ഇൻട്രസ്റ്റ് കൂടുതൽ, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. പിന്നെ അവർക്ക് ഫീഡ് ചെയ്യാൻ ഇവർ തന്നെ വെജിറ്റബിൾസ് നമുക്ക് കട്ട് ചെയ്ത് തരുകയും ചെയ്യും. അങ്ങനെ നമ്മൾ നടന്ന് അതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു ഫിഷ് സ്പാ ചൂസ് ചെയ്തു. ഇതൊക്കെ നാട്ടിലും കിട്ടുന്നതല്ലേ, ഇതിവിടെ തന്നെ പോയിട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് പലരും ചിന്തിച്ചിട്ടുണ്ടാകും. അങ്ങനെ ചിന്തിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഇത് നാട്ടിലും കിട്ടും. പക്ഷേ നമ്മൾ ഫാമിലി ആയിട്ട് പോയിട്ട് ഒരുമിച്ച് ചെയ്യുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ, അത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. ആ ഒരു ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് തന്നെ ഒരു സെഷൻ ചൂസ് ചെയ്തത്. ഈ പാർക്കിനോട് ചേർന്ന് തന്നെ ഇവിടെ ഒരു മ്യൂസിയം കൂടിയുണ്ട്. നമ്മൾ പാർക്കിൽ ബേർഡ്സിനെയും അനിമൽസിനെയും കണ്ടതിന് ശേഷം നമ്മൾ നേരെ പോയത് മ്യൂസിയത്തിലേക്കാണ്. ഇതിനെല്ലാത്തിനും കൂടി നമുക്ക് ടിക്കറ്റ് വരുന്നത് 150 റുപ്പീസാണ്. കേജ് ചെയ്തിട്ടുള്ള ബേർഡ്സ് മാത്രമല്ല, ഇവിടെ ഫ്രീ ആയിട്ട് കുറേ തത്തമ്മയെ നമ്മൾ ഈ മരത്തിൽ കണ്ടു. ഇത് ഗ്രീൻ കളർ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ കാണാൻ സാധിക്കാത്തത്. നിങ്ങൾ ഈ വീഡിയോ കണ്ടപ്പോൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. അമ്മയും വല്യമ്മ ചുരിദാറെല്ലാം ഇട്ട് ഞങ്ങളുടെ മുല്ലപ്പൂ എല്ലാം തലയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. തമിഴ് സ്റ്റൈല് വരട്ടെ എന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് തന്നെ അത് ബോറായിട്ട് തോന്നുന്നത്. അമ്മ അതെല്ലാം ഒരു കയ്യിൽ പിടിച്ചിട്ടാണ് നടന്നത്. അങ്ങനെ ട്രിപ്പിന് വിരാമം കുറിച്ചുകൊണ്ട് നേരെ സ്റ്റേഷനിലെത്തി. ഈ കായ നമുക്ക് തന്നത് ഈ ഫാമിലിയാണ്. ഇത് നമ്മൾ അവിടെ വെച്ച് പരിചയപ്പെട്ടാണ് കേട്ടോ. ഹായ്. അങ്ങനെ ഫൈനലി നമ്മളുടെ ഒരു 2 days ട്രിപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തിരിച്ച് പോകാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കണം.
ഭയങ്കര നല്ലൊരു ട്രിപ്പായിരുന്നു കേട്ടോ. തഞ്ചാവൂർ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത പോലെ അടിപൊളിയായിരുന്നു. നമ്മൾ കുറേ ഷോപ്പ് ചെയ്തു. ഒരു 10-12-14 സാരി കൂടുതൽ എടുത്തിട്ടുണ്ട്. സാരിയൊക്കെ കണ്ട് മഞ്ഞളിച്ച് നമ്മളൊരു ഹാഫ് എ ഡേ മൊത്തം സ്പെൻഡ് ചെയ്തു. അതിൻ്റെ കുറേയൊക്കെ വിഷ്വൽസ് എടുത്തു. പിന്നെ കുറേ ഫോണിൽ ചാർജ് ഉണ്ടായില്ല. അങ്ങനെ നമ്മൾ വീഡിയോസ് കുറേയൊക്കെ മിസ്സായിട്ടുണ്ട്. അപ്പോൾ എനിവേ എൻ്റെ കുറേയൊക്കെ ഞാൻ വീഡിയോസ് ഞാൻ കട്ട് ചെയ്ത് കേട്ടിട്ടുണ്ട്. എടുത്തതെല്ലാം നല്ലൊരു വീഡിയോ ആയിരിക്കുമെന്ന് ഞാനിപ്പോൾ പ്രതീക്ഷിക്കുന്നു. ഞാനിത് എഡിറ്റ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. ബട്ട് എനിവേ ഇതൊക്കെ നിങ്ങൾ കാണുമ്പോഴത്തേക്കും കുറച്ച് ടൈം എടുക്കും. കാരണം കുറേ എടുത്തിട്ടുണ്ട്. എനിക്ക് ചുമ്മാ ചവറ് പോലെ വീഡിയോ എടുത്ത് ചുമ്മാ വോയിസ് ഇടാൻ വലിയ താല്പര്യമില്ല. എന്തെങ്കിലും കുറച്ചും കൂടി എന്തെങ്കിലും എൻ്റെതായ ഒരു കോൺട്രിബ്യൂഷൻ തരണം എന്നുണ്ട്. അല്ലാണ്ട് ചെറുപറ വീഡിയോസ് ഇടാൻ എനിക്ക് താല്പര്യമില്ല. സോ കുറച്ച് ടൈം എടുക്കണ്ടാവും എന്തായാലും. അപ്പോൾ നല്ല രീതിയിൽ ടാൻ അടിച്ചിട്ടുണ്ട്. അത് വേറെ കാര്യം. സൺസ്ക്രീനൊക്കെ നന്നായിട്ട് എടുക്കുക നമ്മൾ. ഇൻ കേസ് ഇഫ് യു ആർ കമ്മിങ് ഇൻ ടു തഞ്ചാവൂർ, നല്ല വെയിലാണിപ്പോൾ. നമ്മൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഡേ ഒരുപാട് വെയിലത്ത് ഇറങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്തില്ല. ഐറ്റിനറി ഒന്നും പ്ലാൻ ചെയ്തില്ല. ഫുൾ ഇൻഡോർ ആയിരുന്നു. പക്ഷെ നമുക്ക് സെക്കൻഡ് ഡേ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. സെക്കൻഡ് ഡേ നമ്മൾ ഫുൾ വെയിലത്ത് കൂടെ നടക്കുമായിരുന്നു. അതുകൊണ്ട് നമുക്ക് കുറച്ച് ടാൻ അടിച്ചിട്ടുണ്ട്. ഒരു ടാൻ ക്ലിയർ ഫേഷ്യലൊക്കെ ചെയ്തെങ്കിൽ സെറ്റാകുമെന്ന് തോന്നുന്നു. പിന്നെ ഇനി നാളെ ഓഫീസിൽ പോകണം. 2 days വീട്ടിൽ തന്നെ എടുത്തുകൊണ്ട് നമുക്ക് എന്തായാലും നാളെ വെളുപ്പിന് ഇന്ന് ദിസ് ഇസ് തേഴ്സ്ഡേ 5 PM നമുക്ക് ട്രെയിൻ ഓൾമോസ്റ്റ് ഒരു 6 ഒക്കെ ആകുമ്പോഴത്തേക്കും ട്രെയിൻ വരും. ഓൾമോസ്റ്റ് ഒരു 6:30 ഒക്കെ ആകുമ്പോഴത്തേനാണ് നമ്മൾ 6:15 എന്താണെന്ന് തോന്നുന്നു നമ്മുടെ ട്രെയിൻ. അപ്പോൾ ആ ട്രെയിന് നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ഡേ, അതായത് നാളെ വെളുപ്പിന് നമ്മളൊരു 4:30-5:30 നമ്മൾ ആലുവ സ്റ്റേഷനിലെത്തും. സോ നമ്മൾക്ക് നേരെ ഞാൻ ലീവൊന്നും എടുക്കണില്ല. ഞാൻ നേരെ ഓഫീസിലേക്കാണ് ഡയറക്റ്റ് കുളിച്ചിട്ട് പോവുക. ട്രെയിനിൽ നല്ല പ്രോപ്പറായിട്ട് സ്ലീപ്പ് ഇട്ടില്ലെങ്കിൽ നാളത്തെ കാര്യം നല്ല കുശാലായിരിക്കും. പിന്നെ 2 days വീക്ക് ഡേയിൽ നമ്മൾ ലീവ് എടുത്തുകൊണ്ട് നല്ല രീതിയിൽ തിരക്കുണ്ടാവും. എനിക്ക് എന്തോ എൻ്റെ മാഡം എനിക്ക് ലീവ് തന്നു. പിന്നെ എൻ്റെ കൊളീഗ്സ്, ഐ നോ യു ആർ സീയിങ് ദിസ് വീഡിയോ, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ കൊളീഗ്സ്, അവരില്ലായിരുന്നെങ്കിൽ ഞാൻ ഇനി ട്രിപ്പ് ഇവിടെ വരില്ല. എനിവേ താങ്ക് യു ഗൈസ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. ഭയങ്കര സൂപ്പർ ഡ്യൂപ്പർ ടയർഡാണ് ഗൈസ്. ഭയങ്കരമായിട്ട് ടയർഡായിപ്പോയി. കാരണം ഇന്നലത്തെ സ്ലീപ്പും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഉച്ചയ്ക്ക് ഞാൻ കിടന്നു ഉറങ്ങി. ശരി, അതുകൊണ്ട് വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ ഇന്ന് ഓടി. പിന്നെ ഫുൾ ഷോപ്പിംഗ്, നടക്കലൊക്കെ ആയതുകൊണ്ട് പാർക്കൊക്കെ പോയി. ഞാനതൊക്കെ വീഡിയോസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് നിങ്ങളിപ്പോൾ അത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ടയർഡാണ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ കുറച്ച് ലേറ്റ് ആയിട്ടായിരിക്കും എത്തണേ. So till then, that's bye from Sandra, and make sure that you follow my YouTube channel and subscribe if you are watching it for first time, and like here, share here. If you like this video, okay. I'm not a very big YouTuber or anything like that. I'm stepping into that. See you all. Bye. Lots of love.